ഇബ്ലീസ് നമ്മെ സത്യത്തിൽ നിന്നിട്ട് നന്മയിൽ നിന്നിട്ട് മുടക്കും. പലപ്പോഴും മൊബൈൽ തുറക്കുന്ന സമയത്ത് തന്നെ വാട്സപ്പാണ് അതിൽ ഉദാഹരണത്തിന്. അപ്പോൾ ആദ്യമായി അവൻ്റെ കൈ പോകൽ എവിടെയെങ്കിലും അശ്ലീലമോ അല്ലെങ്കിൽ റോക്ക് ആൻഡ് റോളോ അല്ലെങ്കിൽ വടക്ക് വാക്കുകളോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങളോ അല്ലെങ്കിൽ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ കളവുകളോ ഇതൊക്കെയായിരിക്കാം. പക്ഷേ നാം ആരല്ല? മലക്കുകളല്ല. നാം ആരല്ല? മാസൂമികളല്ല. നാം ആരല്ല? തെറ്റുവരാത്തവരല്ല. എന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മെ പിടിച്ചു നിർത്താൻ പറ്റുന്നതായ മാധ്യമം അത് ദീനി ഭക്തിയാണ്. ഈ ദീനി ഭക്തി നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ദീനി ഭക്തിക്ക് കളങ്കം വരുത്തുന്നതായ എല്ലാ മാധ്യമങ്ങളെ കഴിവിൻ്റെ പരമാവധി നാം മാറ്റി നിർത്താൻ പരിശ്രമിക്കണം, നാം വിട്ടു നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. സാരമില്ല, അതൊക്കെ ഒന്നല്ലേ രണ്ടല്ലേ, 1, 2, 3, 4 വാർത്തകൾ കേട്ടു. അവസാനം മുമ്പിൽ അവന് ശേഷിക്കുന്ന ഉറക്കിന് മുമ്പുള്ള അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ ശേഷമുള്ള ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ഉണ്ടായിരിക്കും. അത് മുഴുവനും വാട്സപ്പിൽ കൂടി വേണ്ടാത്തത് കണ്ടിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ കൂടി വേണ്ടാത്തത് കണ്ടിട്ടോ നഷ്ടപ്പെട്ടു. അപ്പോൾ നാം ഒരിക്കലും ദീനീ കാര്യങ്ങളെ, ദീനീ വിദ്യാഭ്യാസങ്ങളെ ഒരിക്കലും അവിടേക്ക് നീട്ടിവെക്കലോ ഇവിടേക്ക് നീട്ടിവെക്കലോ ഉചിതമല്ല. അത് അവൻ്റെ നഫ്സിനെ അവൻ വഞ്ചിക്കുകയില്ല, അവൻ്റെ നഫ്സിനെ ചതിക്കുകയില്ല എന്ന് ശരിക്കും ഉറപ്പുണ്ടെങ്കിൽ അല്ലാതെ ആ രൂപത്തിലേക്ക് നീങ്ങരുത്. കാരണം ഓരോരുത്തർക്കും അവരറിയാം. റഹിമല്ലാഹു മൻ അറഫ ഖദ്റ നഫ്സിഹി. മനുഷ്യൻ ആരാണ് എന്ന് സ്വയം അറിഞ്ഞവൻ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ ഞാൻ ആരാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ പറ്റിയാൽ അവനാണ് വിജയി. യഥാർത്ഥത്തിൽ പലർക്കും അവൻ ആരാണെന്ന് അറിയുകയില്ല, അതുകൊണ്ട് അവന് വിജയിക്കാൻ സാധിക്കുന്നില്ല. അവനാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അശ്ലീലങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ തോന്നിവാസങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളുടെ മുമ്പിലോ അവൻ്റെ ഈമാൻ ശേഷികളും എന്ന് അവന് പേടിയുണ്ടെങ്കിൽ വേണ്ട അതി എന്ന് വെക്കലാണ്. അൽബാബുല്ലദി യഅതി മിൻഹു റീഹ് സുദ്ദ വസ്തരീഹ് എന്നാണ് ഇവിടുത്തെ പഴമൊഴി. ഇവിടുത്തെ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്ന പഴമൊഴിയാണ് അൽബാബുല്ലദി യഅതി മിൻഹു റീഹ് സുദ്ദ വസ്തരീഹ്. എന്താ അതിൻ്റെ അർത്ഥം? കാറ്റ് വരുന്ന വാതിൽ എവിടെയുണ്ടെങ്കിലും തണുപ്പ് കാലഘട്ടത്തിലാണെങ്കിൽ നിനക്ക് ആ കാറ്റ് ദ്രോഹമാണെങ്കിൽ നീ എന്ത് ചെയ്യുക? കാറ്റ് തട്ടാതിരിക്കാൻ വേണ്ടി കമ്പിളി പുതക്കേണ്ടതല്ല. കമ്പിളി പുതച്ചാൽ നീ ഉറങ്ങുമ്പോൾ കമ്പിളി പോകും, നിന്റെ പുതപ്പ് ദൂരപ്പെടും. അപ്പോഴോ കാറ്റ് തട്ടിക്കൊണ്ടേയിരിക്കും, ഉണരുമ്പോൾ ജലദോഷമായിരിക്കും. അപ്പോൾ കാറ്റിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ വാതിൽ പൂട്ടലാണ്. ശുദ്ധ വസ്തരി. നീ ആ വാതിൽ പൂട്ടിയാൽ ഇസ്തറാഹ, നിന്റെ പ്രയാസങ്ങളൊക്കെ മാറി. അപ്പോൾ അൽബാബുല്ലദി യഅതി മിൻഹു റീഹ് ശുദ്ധ വസ്തരി എന്ന് പറഞ്ഞത് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതാണ്. ഏത് സമയത്തും നാം നടപ്പാക്കേണ്ടവരാണ്. എത്രത്തോളം റസൂൽ പഠിപ്പിച്ചില്ലേ? റസൂലിനേക്കാളും ഇത്തരം കാര്യങ്ങളിൽ മാതൃക നൽകുന്നവര് വ്യക്തികൾ ലോകത്തിൽ വന്നിട്ടേ ഇല്ല, വരുന്നതുമല്ല, വരാൻ പാടുള്ളതുമല്ല, ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ ഗോചരമല്ല റസൂലിനെ പോലത്തതായ ഒരു വ്യക്തി വരിക എന്നത്. അത്രയും ഇന്നക ലഅല ഖുലുഖിൻ അദീം. അല്ലാഹയാണ് അദീം എന്ന് പറയുന്നത്. ആ അദീം എന്ന് പറഞ്ഞതായ ആ മാതൃകാ പുരുഷൻ നമ്മുടെ കണ്ണുനുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മദീനത്തെ പള്ളിയുടെ അകത്തുനിന്ന് സഫിയയോട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിഷയത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറയേണ്ടി വരും, സഫിയയോട് ഇരുട്ടും വെളിയുമായ സമയത്ത് സംസാരിക്കാൻ. അപ്പോൾ 2 ആൾ പോവാണ്. സംഭവം ബുഖാരിയിലാണ്. 2 ആൾ പോവാണ്. റസൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തോട് ഉടനെ തന്നെ അവർ വിട്ടുപോകുന്നതിന് മുമ്പ് അലാ റിസ്ലിക്കുമാ, സ്ലോ, നിങ്ങൾ ധൃതി കൂട്ടണ്ട, ഇത് എൻ്റെ ഭാര്യ സഫിയയാണ്. അവർ ഞെട്ടി. സഹാബാക്കളല്ലേ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നവരല്ലേ. നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഒരാളെ പോകുന്നത് കണ്ടാൽ അത് നേഴ്സിനെ കാണാൻ പോയതാണ്, എന്താണോ നിനക്ക് അത് രോഗിയായിട്ട് പോയതാണെന്ന് ചിന്തിച്ചൂടെ? നിങ്ങളെക്കുറിച്ചല്ലാട്ടാ ഇന്നൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ഇബ്ലീസ്. അങ്ങനെയല്ല സഹാബാക്കൾ ശുദ്ധരിലും ശുദ്ധരാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും വടക്ക് ചിന്ത അവരുടെ സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കൽ 1000-ലൊന്നും ഉണ്ടാവുകയില്ല, അവർ സംഭവിക്കുകയില്ല. അവർ മനുഷ്യന്മാരാണ്, തെറ്റുകൾ വരാൻ സാധ്യതയുള്ളവരാണ്. എങ്കിലും അള്ളയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവർ ഞെട്ടി. റസൂലേ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിക്കാനോ നിങ്ങൾ ഞങ്ങളോട് എന്തിനു പറയുന്നു എന്ന് പറയും പോലെ. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. പിശാച് എവിടെയെല്ലാം ആദമിന്റെ ചോര ചലിക്കുന്നു അവിടെയെല്ലാം പിശാച് ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വഹി ഇറങ്ങുന്ന മുഹമ്മദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
എൻ്റെ വിശദീകരണമാണ്. നിങ്ങളുടെ മുമ്പിൽ മുഹമ്മദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനുഗ്രഹീത മനുഷ്യൻ നിങ്ങളുടെ മുമ്പിലുള്ള കാലത്തിലെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വഹി ഇറങ്ങുകയുള്ളൂ. ഇവർ ഈ മുഹമ്മദ് നബി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെയുള്ള സംശയം ഉടലെടുപ്പിക്കുന്നതായ ശുബ്ഹാത്തുകൾ ഉടലെടുപ്പിക്കുന്നതായ അന്തരീക്ഷങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാം. അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ ആ അന്തരീക്ഷങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധാരണയെ നീക്കുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ സമീപിക്കേണ്ടത്. പാഠം നാം പഠിക്കേണ്ട പാഠം അതാണ്. ഏത്? അലാ റിസ്ലിക്കുമാ എന്ന് റസൂൽ പറഞ്ഞതിലൂടെ നാം പഠിക്കേണ്ട പാഠം എന്താണ്? എന്തെങ്കിലും തെറ്റിയ ചിന്താഗതി നമ്മെക്കുറിച്ച് ചിന്തിച്ചു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു ഭാഗത്ത് കള്ള് ഷോപ്പുണ്ട്, ബാറാത്തുകൾ വിൽക്കപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ പീല ഹൗസ് ഉണ്ട്, അതാ വ്യഭിചാരം നടക്കുന്ന സ്ഥലം. അതേ സമയത്ത് ആ ഭാഗത്തിൽ കൂടിയല്ലാതെ വേറെ റോട്ടിൽ കൂടി എനിക്ക് പള്ളിയിലേക്ക് പോകാൻ, സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് പോകാൻ, എൻ്റെ ആവശ്യം നിറവേറ്റാൻ വേറെ റൂട്ടുണ്ട്. എന്നാൽ നീ എന്ത് കാട്ടണം? ജനങ്ങൾ നിന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആ റൂട്ട് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? നീ സംശയം ഉടലെടുക്കുന്ന ഭാഗങ്ങളെ ഒഴിവാക്കി സംശയമില്ലാത്ത സെലക്ട് ചെയ്യുക എന്ന്. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലാ നബിയിന വഅലാ സായിരിൽ അംബിയാഇൽ മുർസലീൻ. എന്തൊരു ശിക്ഷണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് പണ്ട് തന്നെ മദീനയിൽ പണ്ട് നൽകപ്പെട്ടത്. അതിന്റെ പിന്നിൽ കൂടാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് ഭാഗ്യവാൻ. ആ ഇനത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ.